താരകുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി ദാ സിനിമയിലേക്ക് എത്തുന്നു. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായ കല്യാണി പ്രിയദർശനാണ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. സിനിമ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കല്യാണി ഇതിനു മുമ്പും സിനിമയുടെ ഭാഗമായിരുന്നു. ന്യൂയോർക്കിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞ കല്യാണി മുൻപ് ഇരുമുഖൻ എന്ന സിനിമയുടെ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിട്ട് സിനിമയിലെത്തി. പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഇത് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം കല്യാണി ആദ്യമായി അഭിനയിക്കാൻ പോകുന്നത് തെലുങ്ക് സിനിമയിലാണ്. പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി സിനിമയിലേക്ക് എത്തുന്നത് ഏറെ നാളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. മുൻപ് പലതരത്തിലുള്ള വാർത്തകൾ ഇതിനെക്കുറിച്ച് പ്രചരിച്ചിരുന്നെങ്കിലും കല്യാണി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ഒരു നാഷണൽ മീഡിയയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കല്യാണിയുടെ അരങ്ങേറ്റ ചിത്രം മലയാളത്തിലല്ല എന്ന വാർത്തയും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. തെലുങ്ക് സിനിമയിലാണ് കല്യാണി ആദ്യമായി അഭിനയിക്കാൻ പോകുന്നത്. തെലുങ്കിലെ പ്രമുഖ നടൻ നാഗാർജുനയുടെ ഇളയ മകൻ അഖിൽ അഖിനേനിയാണ് കല്യാണിയുടെ നായകനായി എത്തുന്നത് എന്നാണ് വാർത്തകൾ. 64ാമത് ഫിലിംഫെയർ അവാർഡ് വേദിയിൽ അമ്മയ്ക്കൊപ്പം എത്തിയ കല്യാണിയായിരുന്നു അന്ന് അവിടെ താരമായിരുന്നത്. അനുകരണമാണ് മുഖസ്തുതിയുടെ മികച്ച മാതൃക. അമ്മയുടെ സൗന്ദര്യവും കൃപയും ശോഭയും നേടുക എന്ന നിരന്തര പരിശ്രമമാണ് എന്റെ ജീവിതം എന്ന് കല്യാണി ഒരുനാൾ FBയിൽ കുറിച്ചിരുന്നു. അതിപ്പോ ഏതാണ്ട് സഫലമാകാൻ പോകുന്ന അവസ്ഥയിലാണ്. കല്യാണി സിനിമയിൽ ആക്റ്റീവ് ആകുന്നത് പോലെ തന്നെ ലിസിയും സിനിമയിൽ ആക്റ്റീവ് ആകുന്നു. ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീൻ. കഴിഞ്ഞ ദിവസമാണ് ലിസി ചെന്നൈയിൽ പുതിയൊരു ഡബിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചത്. കമലഹാസനായിരുന്നു സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. ரசூல் பூக்குட்டி அவர்கள் கனவு மட்டுமல்ல, இது லிசி அவர்கள் கனவு மட்டுமல்ல, என்னுடைய கனவும் கூட. முந்தையெல்லாம் நாங்கள் பேசிகிட்டு இருந்த மைக்கு, பாலச்சந்தர் அவர்கள் சவுண்ட் எக்யூப்மெண்ட்டெல்லாம் எங்களுக்கு நல்ல எக்யூப்மெண்ட் கிடையாது. படம் எடுத்து முடிச்சுட்டு அந்த ரெக்கார்டிங்ஸ் கூட சில சமயம் எங்களுக்கு கிடைக்காது. மனசில் வச்சுக்கிட்டு இருந்து பேசின டைலாக் எல்லாம் டைரக்டர் ஞாபகம் வச்சுருந்து KB சொல்வார், நான் பேசுவேன். எச்சி முழுங்குற சவுண்டு வராதுன்ட்டு மைக்கு கிட்ட இப்படி போய் வச்சு വിവാഹബന്ധം വേർപെടുത്തിയതാണെങ്കിലും ലിസിയുടെ പുതിയ സംരംഭത്തിന് ആശംസകളുമായിട്ട് പ്രിയദർശൻ തന്നെ രംഗത്തെത്തിയിരുന്നു. ചെന്നൈയിലാണ് ലിസി തന്റെ സ്വപ്നമായിരുന്ന ഡബിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത്.